ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ UPSC അതുപോലെ തന്നെ KS എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റ് സീരീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയാലും മോഡൽ ക്വസ്റ്റ്യൻസ് ആയാലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാതെ നമുക്കിത് മറികടക്കാൻ പറ്റുമെന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. നമുക്ക് 5000 രൂപ വരുന്ന പ്രോഗ്രാം വെറും 999 രൂപക്ക് ടെസ്റ്റ് സീരീസ്, എല്ലാവർക്കും ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യട്ടെ, എല്ലാവരും ക്ലിയർ ആവട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് ഈ ഒരു ഓഫറിൽ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം. കുറഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ വളരെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, രജിസ്റ്റർ ചെയ്യാം. ടെസ്റ്റ് സീരീസ് ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല സൈക്കിളായിട്ട് പല മാസങ്ങളായിട്ടുണ്ട്. അടുത്ത സൈക്കിളിൽ നിന്ന് ജനുവരി മുതലാണ്. അപ്പോൾ ടെസ്റ്റ് സീരീസ് ഒഴിവാക്കിക്കൊണ്ട് പ്രിപ്പറേഷൻ ഒരിക്കലും നടത്തരുത്. 100% തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ടെസ്റ്റ് സീരീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് UPSC പ്രിലിംസും ഒക്കെ കിട്ടാനുള്ള സാധ്യത വരുന്നുള്ളൂ. ടെസ്റ്റ് സീരീസിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് UPSC ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് പഠിച്ചു അറിവുണ്ടായതുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ള വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയിരിക്കണം. ആ ഐഡിയ നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് സീരീസിലൂടെ മാത്രമായിരിക്കും. നമ്മൾ ഒരുപാട് പഠിക്കുന്നത് വെറുതെ നിങ്ങൾ പഠിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിൽ മാർക്ക് കുറവായിരിക്കും. അതേസമയത്ത് ഒരു ടെസ്റ്റ് ചെയ്തി ഒരു ഐഡിയ കിട്ടി, പിന്നെയും പഠിച്ചു, പിന്നെയും ടെസ്റ്റ് ചെയ്തി, അപ്പോൾ നിങ്ങൾ മാർക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സീരീസിലൂടെ മാത്രം നമുക്ക് അതൊരു മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് മാർക്കാക്കാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ പുതിയ പാറ്റേൺ. ഇപ്പോൾ UPSCയുടെ പല ക്വസ്റ്റ്യനിലെ ടഫ്നെസ് കൂടി വരുന്നുണ്ട്, പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട് ക്വസ്റ്റ്യനിലൊക്കെ. ആ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ആ സമയപരിധിയിലുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് കട്ട് ഓഫ് നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ പാറ്റേൺ ചേഞ്ച് മനസ്സിലാക്കാൻ ടെസ്റ്റ് സീരീസ് ചെയ്യണം. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ ടെസ്റ്റ് സീരീസ് അനിവാര്യമാണ്. ഓക്കെ, അതാണ് ടെസ്റ്റ് സീരീസ് മറ്റൊരു ഗുണം. ഓക്കെ, നമ്മളിപ്പോൾ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നതോടെ നമുക്ക് ഗുണം എന്താണ്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷനാണ്. റിവിഷൻ പ്ലസ് നമുക്ക് തന്നെ ഒരു സെൽഫ് ചെക്ക് നടത്താൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ടോപ്പിക് പഠിച്ചു, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്ജക്ട് ഞാൻ എത്രത്തോളം ഓക്കെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് മാർക്ക് വളരെ കുറവാണെങ്കിൽ എനിക്ക് എവിടെയൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഇനിയും മാറ്റങ്ങൾ വരുത്തണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ടെസ്റ്റ് സീരീസിന്റെ മറ്റൊരു ഗുണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ടെസ്റ്റ് സീരീസിലൂടെ റിവിഷൻ നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചെക്ക് ചെയ്യാൻ പറ്റും, അനാലിസിസ് നടത്താൻ പറ്റും. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പഠിച്ച എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ നമ്മൾ ഇതിലൂടെ ആയിരിക്കും, ടെസ്റ്റ് സീരീസിലൂടെ ആയിരിക്കും. അപ്പൊ ടെസ്റ്റ് സീരീസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രിപ്പറേഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമുക്ക് എവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടെസ്റ്റുകൾ ചെയ്യാം, പെയ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഏത് ടെസ്റ്റുകൾ ചെയ്താലും പ്രശ്നമില്ല. ആ ടെസ്റ്റിൽ തന്നെ 2 കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട. ഒന്നെന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് UPSCയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ UPSC ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. UPSCയുടെ പാറ്റേൺ ചേഞ്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പോരാ, കാരണം കഴിഞ്ഞ വർഷം ചോദിച്ചതല്ലല്ലോ ഈ വർഷം ചോദിക്കുക, മാറ്റങ്ങൾ വരും, ടോപ്പിക്കുകൾ മാറും. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളോ ഫ്രീ ആയാലും പെയ്ഡ് ആയാലും അത് ചെയ്യൽ എന്താണ് എപ്പോഴും അനിവാര്യമാണ്. അത് ഒഴിവാക്കരുത്. ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസും കൂടെ കൊണ്ടുപോയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിക്കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്മാർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ടെസ്റ്റ് സീരീസ് എല്ലാവരും ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. കഴിയുമെങ്കിൽ അതൊക്കെ എടുത്ത് ചെയ്യില്ല. ഇവിടുത്തെ ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനുവരി മുതൽ ഓരോ വീക്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് തന്നുകൊണ്ട്, അപ്പോൾ ഓരോ വീക്ക് വെച്ച് ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് പഠിച്ച് അത് ടെസ്റ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഡിസ്കഷൻ നടന്നു, അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ നടന്നു. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയതുള്ള അനാലിസിസ് നടത്തി അത്ര ഏരിയാസ് വീക്ക് ഏരിയാസ് മുന്നിൽ ക്ലിയർ ചെയ്ത് അടുത്ത് വരുന്ന ഇതേ സബ്ജക്റ്റിന്റെ ടെസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ മാർക്ക് ആ സ്ഥലം കറക്റ്റ് ചെയ്തുകൊണ്ട് മാർക്ക് നോക്കി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റും, നിങ്ങളെ സഹായിക്കും. ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ ടെസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കുന്നത് നല്ലതാണ്. അത് എവിടെ ആയാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ആഗ്രഹിക്കുന്നതിനുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഉടൻ തന്നെ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫർ 10 പേർക്ക് മാത്രം ഓഫറാണ്, ആ ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും